അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, പെരുന്നാൾ ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അമലാണ് പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത്. പെരുന്നാൾ നിസ്കാരം ഒരുപാട് പേര് അറിയില്ലാത്തതിൻ്റെ പേരിൽ, ഒറ്റക്കായതിൻ്റെ പേരിൽ നിസ്കരിക്കാതെ പോകുന്നുണ്ട്. എല്ലാവർക്കും പെരുന്നാൾ നിസ്കാരത്തിൻ്റെ പുണ്യം കിട്ടാൻ വേണ്ടി എളുപ്പത്തിൽ എങ്ങനെ പെരുന്നാൾ നിസ്കരിക്കാം, അതിൽ ഓതേണ്ട സൂറത്തുകൾ, ചൊല്ലേണ്ട തക്ബീറുകൾ, പെരുന്നാൾ നിസ്കാരത്തിൻ്റെ 100 മാർക്ക് കിട്ടാൻ വേണ്ടി ഒരാൾ എളുപ്പത്തിൽ എങ്ങനെ പെരുന്നാൾ നിസ്കരിക്കാം, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ടവരെ, പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് സുന്നത്ത് നിസ്കാരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളലായ നിസ്കാരമാണ്. പ്രത്യേകിച്ച് ബലിപെരുന്നാൾ നിസ്കാരമാണ് ഏറ്റവും അഫ്ളലായ സുന്നത്ത് നിസ്കാരം. പിന്നെ തൊട്ട് ചേർന്നുള്ള മഹത്വമാണ് ചെറിയ പെരുന്നാളിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരിക്കുന്ന മഹത്വം. ഏതായിരുന്നാലും ഈ ഉമ്മത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ് പെരുന്നാൾ നിസ്കാരം എന്ന് മഹത്തുക്കളായ ഉലമാക്കൾ ചർച്ച ചെയ്തിട്ടുണ്ട്. വലിയ പോരിശ കിട്ടുന്ന നിസ്കാരമാണ്. അതുകൊണ്ട് ഒരാളും ഈ നിസ്കാരം നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കാം പരിശുദ്ധമായ പെരുന്നാൾ നിസ്കാരം. പെരുന്നാൾ നിസ്കാരം എന്ന് പറയുന്നത് ബലിപെരുന്നാൾ നിസ്കാരമുണ്ട്, ചെറിയ പെരുന്നാൾ നിസ്കാരമുണ്ട്. ഇപ്പം നമുക്ക് പഠിക്കേണ്ടത് ചെറിയ പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട മസലയാണ്. അപ്പം നമുക്ക് നോക്കാം. പെരുന്നാൾ നിസ്കാരത്തിന് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് നിസ്കാരത്തിൻ്റെ സമയമാണ്. എപ്പോഴാണ് സമയം തുടങ്ങുന്നത്? പെരുന്നാൾ ദിവസം, അതായത് ശവ്വാൽ 1 രാവിലത്തെ സൂര്യോദയം മുതൽ സമയം പ്രവേശിക്കും. ഏതുവരെ ഉണ്ട്? ജവാല് വരെ, ഉച്ചവരെ, ദുഹർ ബാങ്ക് കൊടുക്കുന്നവരെ സമയമുണ്ട്. എന്നാൽ ഏറ്റവും അഫ്ളലായ സമയം എപ്പോഴാണ്? പെരുന്നാൾ ദിവസത്തെ സൂര്യൻ ഉദിച്ച് ഒരു 20 മിനിറ്റ് കഴിഞ്ഞത് മുതൽ പ്രിയപ്പെട്ടവരെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം പ്രവേശിക്കുന്നുണ്ട്. അഫ്ളലായ സമയം പ്രവേശിച്ചു. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ബലിപെരുന്നാൾ നിസ്കരിക്കുന്നവർക്ക് പെരുന്നാൾ നിസ്കാരം പരമാവധി സമയത്തിൽ നേരത്തെ തന്നെ ആക്കൽ പ്രത്യേകം സുന്നത്താണ്. എന്തുകൊണ്ട്? ശേഷം ഉളുഹിയ്യത്ത് കർമ്മം നടക്കാറുണ്ട്. നമ്മൾ മഹല്ലുകളിൽ, നാടുകളിൽ, വീടുകളിലൊക്കെ സാധാരണ ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. അത്യാവശ്യം നേരത്തെ നിസ്കരിക്കും. എന്നാൽ ചെറിയ പെരുന്നാൾ നിസ്കാരമോ അതിൻ്റെ ഏറ്റവും അഫ്ളലായ സമയം തുടങ്ങുമ്പോൾ തന്നെ നിസ്കരിക്കാതെ നമുക്ക് അരൽപ്പം പിന്തിപ്പിച്ച് നിസ്കരിക്കാവുന്നതാണ്, നിസ്കരിക്കേണ്ടതുമാണെന്ന് പ്രിയപ്പെട്ടവർ ഉലമാ പറയുന്നുണ്ട്. എന്താ കാരണം? ഫിത്ർ സക്കാത്ത് കൊടുത്തു വീട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട സമയമാണ് പെരുന്നാൾ നിസ്കാരത്തിന്, ചെറിയ പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പ്. അപ്പോൾ അത് കൊടുത്തു വീട്ടാനുള്ളൊരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടി ഒരുപാട് നേരത്തെയാക്കാതെ ഒരല്പം വൈകിപ്പിക്കൽ അത് പ്രത്യേകം പുണ്യമുള്ളതാണ് എന്ന് ഉലമാ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ സമയം നമുക്ക് മനസ്സിലായി. ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ സമയം, ഇത് സമയാധിഷ്ഠിതമായ സുന്നത്ത് നിസ്കാരമായതുകൊണ്ട് ഈ സമയത്ത് നിസ്കരിക്കാൻ ഒരാൾക്ക് പറ്റിയില്ല, നിസ്കരിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ളുഹർ ബാങ്ക് കൊടുത്തു, നിസ്കരിക്കാൻ പറ്റിയില്ല, രോഗമോ മറ്റു കാരണങ്ങളാകാം. എന്നാൽ അതിന് ശേഷം നമുക്ക് നിസ്കാരം ഖളാ വീട്ടാവുന്നതാണ്. കാരണം സമയാധിഷ്ഠിതമായതുകൊണ്ട് സമയം കഴിഞ്ഞാലും നിസ്കരിക്കാൻ പറ്റിയില്ലെങ്കിൽ ഖളാ വീട്ടാം എന്നൊരു ഓപ്ഷൻ കൂടെയുണ്ട്. അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കും. കാരണം ഒരുപാട് പുണ്യമുള്ള നിസ്കാരമാണ്, നഷ്ടപ്പെടുത്തേണ്ടതില്ല നമ്മൾ, അത് മനസ്സിലാക്കാം. ഇനി പെരുന്നാൾ നിസ്കാരത്തിൻ്റെ കൈഫിയത്ത് രൂപം എന്ന് പറയാം, വളരെ ഷോർട്ടാക്കി എന്ന് പറയാം. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും നിസ്കാരം സെയിം ടു സെയിം ഒരേപോലെ തന്നെയാണ്, നീയത്തിലാണ് മാറ്റമുള്ളത്. അപ്പോൾ ചെറിയ പെരുന്നാളിൻ്റെ നീയത്ത് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ നിസ്കാരത്തിന് വേണ്ടി നിന്ന് റെഡിയായിട്ട് നീയത്ത് വെക്കലാണ്. നീയത്ത് എങ്ങനെയാണ്? ഉസ്വല്ലി സുന്നത്ത് ഈദുൽ ഫിത്രി റകഅത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅൻ ലില്ലാഹി തആല. ഇതാണ് നീയത്ത്. ഇമാമായിട്ട് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ ഇമാമൻ എന്ന് നീയത്ത് വെക്കാം. മഅ്മൂമാണെങ്കിലോ മഅൽ ഇമാമി എന്ന് വെക്കാം. ഒന്ന് മലയാളത്തിൽ പറഞ്ഞു തരാം. മലയാളത്തിൽ തന്നെ കൽബിൽ കരുതലാ നീയത്ത്. അതുകൊണ്ട് പറയില്ല, സുന്നത്തേ ഉള്ളൂ. അപ്പോൾ ഹൃദയത്തിൽ ഒരു കരുതലോട് കൂടെ തന്നെ നമുക്ക് പറയാൻ പറ്റണം. എങ്ങനെയാണ് പറയേണ്ടത്? ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് മുന്നിട്ട് അദാ ആയി, ഇമാമാണെങ്കിൽ ഞാൻ ഇമാമായിട്ട് നിസ്കരിക്കുന്നു, പിറകിൽ മഅ്മൂമാണെങ്കിൽ ഇമാമോട് കൂടെ നിസ്കരിക്കുന്നു എന്ന് നമ്മൾ നിയ്യത്ത് ചെയ്യാം. ഈ പെരുന്നാൾ നിസ്കാരം ഞാൻ ഒറ്റക്ക് മാത്രമേ ഉള്ളൂ, വീട്ടിലാണ് എന്ന് കരുതിയൊന്നും നിസ്കാരം ഒഴിവാക്കാൻ പാടില്ല. ജമാഅത്ത് സുന്നത്തുള്ള നിസ്കാരമാണ് പെരുന്നാൾ നിസ്കാരം. ജമാഅത്തായി നിസ്കരിക്കുക വളരെ പുണ്യമാണ്, സുന്നത്തുള്ളതാണ് എന്ന് കരുതിയിട്ട് ഒറ്റക്ക് നിസ്കരിക്കുന്നതിന് ഓപ്ഷൻ ഉണ്ട്. ഒരു കുഴപ്പമില്ല, നിസ്കാരത്തിൻ്റെ കൂലി ഒട്ടും കുറയില്ല. ഒറ്റക്കാണെങ്കിലും നിസ്കരിക്കാം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ പറഞ്ഞ നിയ്യത്ത് കരുതിക്കൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈകെട്ടി നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചാൽ സാധാ നിസ്കാരത്തെ പോലെ തന്നെ നമ്മൾ വജ്ജഹത്ത് ഓതണം. വജ്ജഹത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ള നിസ്കാരങ്ങളിൽ അഊദു ഉൾപ്പെടെ ഫാത്തിഹയിലേക്ക് കിടക്കുകയാണ്. ഇവിടെ അതിനു മുമ്പായി വജ്ജഹത്ത് കഴിഞ്ഞാൽ ഉടൻ നമ്മൾ തക്ബീർ ചൊല്ലണം, അല്ലാഹു അക്ബർ. ആ തക്ബീറുകൾ 7 തവണ ചൊല്ലണം. ഓരോ തവണ ചൊല്ലുമ്പോഴും നമ്മുടെ കൈയടിച്ച് ചുമലിൻ്റെ നേരെ ഉയർത്തി നമ്മൾ കെട്ടണം. അതായത് അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അങ്ങനെ 7 തക്ബീറുകൾ നമ്മൾ ചൊല്ലണം.
ഓരോ തക്ബീറിൻ്റെ ഇടയിലും സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന തസ്ബീഹ് കൊണ്ടുവരൽ പ്രത്യേകം പുണ്യമുള്ളതാണ്. അത് നമുക്ക് കഴിയുമെങ്കിൽ അത് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 7ാമത്തെ തവണ നമ്മൾ അല്ലാഹു അക്ബർ പറഞ്ഞ് കൈകെട്ടിയാൽ പിന്നെ തസ്ബീഹ് ചൊല്ലല്ല, ഫാത്തിഹയിലേക്ക് കിടക്കണം. അഊദു ആദ്യം ഓതി, അഊദു ഉൾപ്പെടെ ഫാത്തിഹയിലേക്ക് നമ്മൾ കിടക്കണം. ഫാത്തിഹ ഓതിക്കഴിഞ്ഞാൽ സാധാ നിസ്കാരത്തെ പോലെ സൂറത്ത് ഓതൽ സുന്നത്തുണ്ട്. ഏത് സൂറത്തും ഓതാം, ഒരു കുഴപ്പമില്ല. ഇന്ന സൂറത്ത് എനിക്ക് അറിയില്ല എന്ന് കരുതി ഒരാളും മാറി നിൽക്കാൻ പാടില്ല. ഇഷ്ടമുള്ള സൂറത്ത് ഓതാം. കഴിയുമെങ്കിൽ സുന്നത്തായ സൂറത്ത് ഏതാ? സൂറത്തുൽ അഅലയാണ്, സബ്ബിഹിസ്മ റബ്ബിക്കൽ അഅല. അതറിയാമെങ്കിൽ അത് ഓതാവുന്നതാണ്. അറിയില്ലെങ്കിൽ ഏത് സൂറത്ത് ഓതാം. സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ സാധാ നിസ്കാരത്തെ പോലെ അല്ലാഹു അക്ബർ റുക്കോയിലേക്ക് പോയി പിന്നെ എഴുത്തിദാലും സുജൂദും 2 സുജൂദും കഴിഞ്ഞ് സാധാ നിസ്കാരത്തെ പോലെ തന്നെ നമ്മൾ എണീറ്റ് അടുത്ത റക്അത്തിലേക്ക് വന്ന് നമ്മൾ കൈകെട്ടി. ആ കൈകെട്ടി തക്ബീർ ചൊല്ലി കെട്ടിയതിന് ശേഷം ഇനി നമുക്ക് എക്സ്ട്രാ ഒരു 5 തക്ബീറാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സാധാരണ നിസ്കാരത്തിലേക്ക് വന്ന് കൈകെട്ടിയ ഫാത്തിഹ ഓതലാണ്. ഇത് ഫാത്തിഹയിലേക്ക് കിടക്കല്ല, ഒരു 5 തക്ബീറുകൾ. നേരത്തെ പറഞ്ഞ പോലെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അങ്ങനെ 5 തക്ബീറുകൾ. ഓരോ തക്ബീറിൻ്റെ ഇടയിലും കഴിയുമെങ്കിൽ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് പറയുന്ന തസ്ബീഹ് പ്രിയപ്പെട്ടവരെ കൊണ്ടുവരൽ വളരെ പുണ്യമാണ്. അത് പരിഗണിച്ചു കൊടുക്കുക. 5ാമത്തെ തവണ കൈകെട്ടിയതിന് ശേഷം അഊദ് ഉൾപ്പെടെ ഫാത്തിഹ ഓതുക. പിന്നെ ഒരു സൂറത്ത് സാധാരണ പോലെ ഇഷ്ടമുള്ള സൂറത്ത് ഓതാം, കുഴപ്പമൊന്നുമില്ല. സൂറത്ത് അറിയില്ല എന്ന് കരുതി നമ്മൾ പിന്നോട്ട് മാറാൻ പാടില്ല. കഴിയുമെങ്കിൽ ഹൽ അത്താക ഹദീസുൽ ഗാസിയ, സൂറത്തുൽ ഗാസിയ അത് ഓതാൻ അറിയുമെങ്കിൽ അത് ഓതൽ വളരെ സുന്നത്താണ്, പുണ്യമുള്ളതാണ്. പിന്നെയോ സാധാ നിസ്കാരത്തെ പോലെ നിസ്കാരം കണ്ടിന്യൂ ചെയ്യുക. പുരുഷന്മാർ നേതൃത്വം കൊടുക്കുന്ന ജമാഅത്താണെങ്കിൽ എല്ലാ സഹോദരന്മാരും കൂടെ, ആണുങ്ങൾ ഒരുമിച്ച് കൂടിയ ജമാഅത്താണെങ്കിൽ മസ്റ്റായിട്ടും അവിടുത്തെ ഇമാമിന് 2 ഖുതുബ വളരെ ഷോർട്ടാക്കി 2 ഖുതുബ ഓതൽ പ്രത്യേകം സുന്നത്താണ് നിസ്കാരശേഷം, പെരുന്നാൾ നിസ്കാരശേഷം. എന്നാൽ സഹോദരിമാർ ഒരുമിച്ച്, കുറേ സഹോദരിമാർ ഉമ്മമാർ ഒരുമിച്ച് നിസ്കരിക്കുന്നത്, അവർക്ക് ഖുതുബ സുന്നത്തില്ല. പെരുന്നാൾ നിസ്കാരം കഴിയുമ്പോൾ ഒരാൾ എണീറ്റിട്ട് പെരുന്നാൾ ഒരു സന്ദേശം പറയൽ നല്ലതാണ്, പക്ഷെ ഖുതുബ അവർക്ക് സുന്നത്തില്ല. ഇനി കുറേ സഹോദരിമാരുണ്ട്, അവർക്കൊരു പുരുഷനാണ് ഇമാമത്ത് നിൽക്കുന്നത്, ആണാണ്, എന്നാൽ അവിടെ ഖുതുബ സുന്നത്തുണ്ട് എന്നും ഉലമാ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട മസലകൾ, നിസ്കാരത്തിൻ്റെ ചെറിയ രൂപം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഏറ്റവും ഷോർട്ടായ രൂപം എന്തെന്നറിയോ? ചെറിയ പെരുന്നാളിൻ്റെ സുന്നത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ അതാ ആയി നിസ്കരിക്കുമെന്ന് പറഞ്ഞ് കൈകെട്ടിയാൽ, ഒറ്റക്കായാലും കൂട്ടത്തിലായാലും കൈകെട്ടിയിട്ട് സാധാ നിസ്കാരത്തെ പോലെ 5 തക്ബീറും 7 തക്ബീറും ചൊല്ലാതെ സാധാ നിസ്കാരത്തെ പോലെ നിസ്കരിച്ചാലും അത് പെരുന്നാൾ നിസ്കാരമാകും. മിനിമം കൂലി കിട്ടും നിയ്യത്തുള്ളത് കൊണ്ട്, ബാത്തിലാവൊന്നുമില്ല. പക്ഷേ പൂർണ്ണ രൂപമാണ് ആദ്യത്തെ റക്അത്തിൽ 7 തക്ബീർ, 2ാമത്തെ റക്അത്തിൽ 5 തക്ബീർ. നിസ്കാരത്തിൻ്റെ ഏറ്റവും കാമിലായ രൂപമാണ്. അപ്പോൾ കഴിയുന്നത് പോലെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നിസ്കരിക്കണം. എന്തെങ്കിലും ബൈ ചാൻസ് ആ സമയത്ത് നഷ്ടപ്പെട്ടാൽ നമുക്കത് ഖളാവിട്ട് നിസ്കരിക്കാവുന്നതാണ്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി തക്ബീർ ഒരാൾ മറന്നുപോയി, കൈകെട്ടി വജ്ജഹത്ത് ഓതിയിട്ട് ഫാത്തിഹയിലേക്ക് കടന്നുപോയി, ഫാത്തിഹ ഓതി തുടങ്ങിപ്പോയി, എന്നാൽ തക്ബീർ നഷ്ടപ്പെട്ടു എന്ന് കരുതി നമ്മൾ വിഷമം വിചാരിക്കേണ്ടതില്ല. ഒരു കുഴപ്പമില്ല, മറന്നുപോയതല്ലേ, വിഷയമല്ല. പിന്നെ നമ്മൾ ഇനി തക്ബീർ ചൊല്ലാൻ മടങ്ങി വരേണ്ടതുമില്ല. ഫാത്തിഹ ഓതി കണ്ടിന്യൂ ചെയ്യുക. അടുത്ത റക്അത്തിൽ നമ്മൾ ആ റക്അത്തിലുള്ള തക്ബീർ മറക്കാതെ ഓർത്താൽ മതി. പക്ഷേ പരമാവധി മറക്കാതെ, വർഷത്തിലൊരിക്കലുള്ള നിസ്കാരമല്ലേ, മാക്സിമം മറക്കാതെ അള്ളാഹു നമുക്ക് ഓർമ്മ തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓർത്ത് നമ്മൾ കൈകാര്യം ചെയ്യുക. തസ്ബീഹ് മറന്നുപോയി എന്നതിൻ്റെ പേര് സഹുവിൻ്റെ സുജൂദ് വേണോ? അതും വേണ്ട. സദാ നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ച് തീർത്താൽ മതി. പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണ രൂപം പറഞ്ഞു, അതിൻ്റെ കൂലി പറഞ്ഞു, അതിൻ്റെ മഹത്വം പറഞ്ഞു, അതിൻ്റെ ഏറ്റവും ചുരുങ്ങിയതായ രൂപം പറഞ്ഞു, അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ രൂപം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാക്സിമം പെരുന്നാൾ നിസ്കാരവുമായി ബന്ധപ്പെട്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ തന്നെ ഒരുങ്ങുക. പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞാൽ തക്ബീർ ചൊല്ലൽ സുന്നത്ത് വലിയ പെരുന്നാളിനാണ്, ചെറിയ പെരുന്നാളിനില്ല. ചെറിയ പെരുന്നാളിന് സുന്നത്ത് തക്ബീർ ചൊല്ലൽ, നമ്മൾ പെരുന്നാളിന് തക്ബീർ ചൊല്ലുമല്ലോ, അത് പെരുന്നാൾ നിസ്കാരത്തിൽ നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് വരെയുള്ളൂ. ചെറിയ പെരുന്നാളിന് പെരുന്നാൾ നിസ്കാരത്തിലേക്ക് കടന്നാൽ പിന്നെ തക്ബീർ ഇല്ല. വലിയ പെരുന്നാളിനാണ് പിന്നെയും തക്ബീർ 3 ദിവസം അയ്യാമത്തെ ശരീക്കിൻ്റെ ബാക്കിയുള്ളത്. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിച്ചു കൊടുക്കണം. കഴിവിൻ്റെ പരമാവധി ഒരു ഉമ്മയോ ഒറ്റയ്ക്കുള്ളൊരു വീട്ടിൽ നിസ്കരിക്കണം. വീട്ടിൽ ഉള്ളവർക്ക് ജമാഅത്ത് കൂടാൻ പറ്റുമോ? ജമാഅത്ത് കൂടണം. പള്ളിയിൽ ഏതായും തന്നെ സജീവമായിട്ട് നടക്കണം. നമ്മുടെ ആൺമക്കളെയും നമ്മുടെ ഉപ്പമാരും കാരണവന്മാരും എല്ലാവരും റാഹത്തായിട്ട് പെരുന്നാൾ നിസ്കാരത്തിൽ മനോഹരമായി പങ്കെടുക്കണം. അള്ളാഹു ഈ പെരുന്നാൾ നിസ്കാരത്തോടെ അള്ളാഹു തെറ്റുകളൊക്കെ പുറത്ത് സ്വർഗം കൊടുക്കുന്നവർ നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.